എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോക അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹൽ കാണാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായ താജ്മഹലിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. താജ്മഹലിന്റെ വെസ്റ്റ് ഗേറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നിങ്ങൾ നേരിട്ട് വന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ വലിയ ക്യൂ ഉണ്ടാവും എത്ര നേരത്തെ വന്നാലും. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ക്യൂ ഇല്ലാതെ അകത്തേക്ക് കയറാൻ പറ്റും. www.tajmahal.government.in ടിക്കറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. 50 രൂപയാണ് എൻട്രി ടിക്കറ്റ് ആയിട്ട് വരുന്നത്. മുസോളിയത്തിലേക്ക് എൻട്രി വേണമെന്നുണ്ടെങ്കിൽ 200 രൂപ ടിക്കറ്റ് റേറ്റ് വരും. ഇവിടേക്ക് വരുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് മുൻകൂട്ടി ടിക്കറ്റ് എടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര നേരത്തെ ഇവിടെ എത്താൻ പറ്റുന്നോ അത്ര നേരത്തെ നിങ്ങൾക്ക് വരാം. 5 മണി തൊട്ട് താജ്മഹൽ ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് താജ്മഹൽ അധികം ക്രൗഡൊന്നും ഇല്ലാതെ കാണാനും ഒരുപാട് കിടിലൻ ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റും. നിങ്ങൾ വൈകുന്തോറും ഇതുപോലെ ക്രൗഡ് കൂടിക്കൊണ്ടേയിരിക്കും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് വിസിറ്റ് ചെയ്യുന്ന ഒരു മോണുമെൻ്റ് ആണ് താജ്മഹൽ. ഏകദേശം 1 ലക്ഷത്തോളം ആളുകളാണ് ഓരോ ദിവസവും താജ്മഹൽ വിസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എത്തുന്നത്. താജ്മഹലിനകത്തേക്കുള്ള പ്രധാന കവാടമാണിത്. നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു കവാടത്തിനുള്ളിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് താജ്മഹൽ കാണില്ല. പക്ഷെ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ താജ്മഹൽ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. ലോകാത്ഭുതം എന്നൊക്കെ അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ഇതുപോലെ പല അത്ഭുതങ്ങളും താജ്മഹൽ വരുമ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് അനുഭവിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ്. 350 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ കാണുന്ന താജ്മഹൽ ഉത്തർപ്രദേശിലുള്ള ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1632 അന്നത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ തന്റെ പ്രിയപത്നി മുംതാസിന് വേണ്ടി പ്രണയത്തിന്റെ പ്രതീകമായ ഈ താജ്മഹലിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അന്ന് ലോകത്ത് അവൈലബിൾ ആയിരുന്ന ഏറ്റവും വിലപിടിപ്പുള്ളതും ക്വാളിറ്റി ഉള്ളതുമായ വൈറ്റ് മാർബിൾ രാജസ്ഥാനിലേതായിരുന്നു. അതുപയോഗിച്ചിട്ടാണ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചത്. അതുമാത്രമല്ല, ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളും വൈരങ്ങളും വൈഡൂര്യങ്ങളൊക്കെ താജ്മഹലിന്റെ നിർമ്മാണത്തിൽ ഷാജഹാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് ഇതിന്റെ നിർമ്മാണത്തിനായി ഷാജഹാൻ ചെലവഴിച്ചത് ഏകദേശം 50 ലക്ഷം രൂപയാണ്. ഇന്ന് അതിന്റെ മൂല്യം 3500 കോടിയിൽ കൂടുതൽ വരും. ഇനി നമ്മൾ മെയിൻ മുസോളിയത്തിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 200 രൂപയാണ് ഇതിന് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ഇതുപോലെ ഷൂസൊക്കെ കവർ ചെയ്ത് വേണം നമുക്ക് മെയിൻ മുസോളിയത്തിനകത്തേക്ക് പോവാൻ. 50 രൂപയുടെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ഒരു പോയിന്റ് വരെ മാത്രമേ ഇവർ അലോ ചെയ്യുള്ളൂ. പക്ഷേ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ഇത്രയും പൈസ ചിലവാക്കി നമ്മളവിടെ വരുന്ന സമയത്ത് മെയിൻ മുസോളിയത്തിൻ്റെയും കൂടെ ടിക്കറ്റ് എടുക്കുമ്പോഴാണ് താജ്മഹൽ ട്രിപ്പ് കംപ്ലീറ്റ് ആവുന്നത്. മെയിൻ മുസോളിയത്തിനകത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് താജ്മഹൽ. അപ്പം നേരിട്ട് വന്ന് ഇതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. മുസോളിയത്തിനകത്ത് നമുക്ക് മെയിനായിട്ട് കാണാൻ കഴിയുന്നത് 2 കല്ലറകളാണ്. ഷാജഹാന്റെയും മുംതാസിന്റെയും എന്ന് പറയപ്പെടുന്ന 2 കല്ലറകൾ അവിടെ ഉണ്ട്. പക്ഷേ ആക്ച്വലി ഇത് എംപ്റ്റി ആണ്. ഇവരുടെ യഥാർത്ഥ കല്ലറ താജ്മഹലിന്റെ ബേസ്മെന്റിലാണുള്ളത്. അവിടത്തേക്ക് പബ്ലിക്കിനെ ഇവർ കടത്തിവിടുന്നില്ല. യഥാർത്ഥത്തിൽ ഷാജഹാന്റെ കല്ലറ താജ്മഹലിനകത്ത് ആയിരുന്നില്ല വരേണ്ടിയിരുന്നത്. ഈ കാണുന്ന യമുന നദിയുടെ മറ്റേ അറ്റത്ത് താജ്മഹലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഷാജഹാൻ ഒരു ബ്ലാക്ക് താജ്മഹൽ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ സമ്പത്ത് ഇതുപോലെ ചെലവഴിക്കുന്നത് ഇഷ്ടപ്പെടാതിരുന്ന ഷാജഹാന്റെ മകനായ ഔറംഗസീബ് അദ്ദേഹത്തെ തുറുങ്കിലടച്ച കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് മറ്റൊരു ലോകാത്ഭുതത്തിനോട് സാക്ഷിയാവാൻ കഴിയുമായിരുന്നു. അപ്പോൾ നമ്മൾ ആഗ്രയും താജ്മഹലൊക്കെ കണ്ട് നേരെ തിരിച്ചിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഏകദേശം ഇവിടെ വരുന്ന മലയാളികളൊക്കെ വിളിക്കുന്ന അഹമ്മദ് ഖാൻ തന്നെയാണ് നമ്മളും വിളിച്ചിരിക്കുന്നത്. അപ്പോൾ മൂപ്പര് ഇവിടെ ഉണ്ട്. വളരെ ചെറിയ പൈസയ്ക്ക് നമ്മളെ ഈ സ്ഥലങ്ങളൊക്കെ കറങ്ങി കാണിച്ചിട്ടുണ്ട്. രാവിലെ മുതൽ ഫുള്ള് നമ്മൾ മൂപ്പരുടെ കൂടെയായിരുന്നു. भाई नानी ഇത് UP आगरा അഹമ്മദ് ഭായ് ഓട്ടോ റിക്ഷ ഡ്രൈവർ ನಾ ಎಲ್ಲರಿಗೆ ಕಮ್ಮಿ ಪೈಸೆಗೆ ರೂಮ್ ಸೆಟ್ ಹಾಕಿ ತರಾ ഒരു കമ്മി പൈസയ്ക്ക് ഫുഡ് വണ്ടി കൂലി കമ്മി വേറെ എന്താ ചെയ്യാ. എന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇയാൾ അയച്ചു തരാം. അത്രേ ഉള്ളൂ, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടും. അപ്പൊ നിങ്ങൾ എന്താ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കുക. ആഗ്രഹ വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയ ചെലവിന് 30 എല്ലാം നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പൊ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അപ്കമിംഗ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.